എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ട്രാവലിലാണുള്ളത്. തമിഴ്നാട്, കമ്പം, തേനി, ദണ്ഡിഗൽ, മധുരൈ, കൂടല്ലൂര് ഒക്കെ പോകുന്ന ഹൈവേ റോഡാണിത്. നാഷണൽ ഹൈവേ റോഡാണ്. വണ്ടി ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വരുവാണ്. ഭയങ്കര സ്പീഡിൽ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ട് സൈഡിൽ പാടമുണ്ട്, തെങ്ങുണ്ട്, മലകളാണ്. മലകള്, താഴ്വരകള് ഒക്കെയാണ്. ഇപ്പം കൃഷി ചെയ്തിരിക്കുന്നതാണ്. അതായത് ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വിചാരിച്ചു നമ്മുടെ കേരളത്തിലേക്കൊക്കെ വരുന്ന റേഷൻ അരിയൊക്കെ കൃഷി ചെയ്യും. അപ്പം എന്നോട് പറഞ്ഞു അല്ല, ഇവിടെയുള്ള തമിഴ്നാട്ടിലെ ആളുകൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ അരി, പൊന്നി അരി കൊണ്ട് പറയുന്നത് പൊന്നി അരി ആണ് ആ കൃഷി ചെയ്തിരിക്കുന്നത്. എല്ലാം ഞാറൊക്കെ നട്ടിട്ടുണ്ട്. പാടത്തേക്കൊക്കെ വെള്ളം ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം ഇങ്ങനെ പാസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. നല്ല കണ്ടങ്ങളാക്കി നല്ല കണ്ടങ്ങളാക്കി എന്ത് ചെയ്തിട്ടുണ്ട്, ഞാറൊക്കെ നട്ടിട്ടുണ്ട്. കാണുന്ന മലയാണ്. അതായത് ഇപ്പം ലൈറ്റ് പോയി തുടങ്ങുന്ന സമയമാണ്, വൈകുന്നേര സമയമാണിത്. ഞങ്ങൾ ട്രാവൽ ചെയ്ത് ഇവിടെ നിർത്തിയിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഭയങ്കര തണുപ്പാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട്. ഇവിടെ മഴയാണെന്നാണ് പറഞ്ഞത്. 2 ദിവസം കൊണ്ടേ ഭയങ്കര മഴയായിരുന്നു. ജോലിയൊന്നുമില്ല ആളുകൾക്ക്. ഇപ്പം 2 ദിവസം കൊണ്ട് ഇവിടെ മഴയില്ലാന്ന് തോന്നുന്നു. അവിടെയൊക്കെ പള്ളികൾ കാണാൻ പറ്റും. അങ്ങോട്ട് റോഡിലോട്ട് പള്ളികൾ കാണാൻ പറ്റും. പിന്നെ കൃഷി സ്ഥലങ്ങൾ കാണാൻ പറ്റും. അതായത് മലഞ്ചെരിവുകള്, താഴ്വരകള് എല്ലാം ഇങ്ങനെ ഒരു ചിത്രകാരൻ ചിത്രം വരച്ചു വെച്ചതുപോലെയുള്ള ഒറിജിനാലിറ്റിയാണ് കാണുന്നതെല്ലാം. അടിപൊളി യാത്രയാണ്. അപ്പോൾ ചാനല് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എപ്പോഴും ഞാൻ പറയുന്നതാണ്, എങ്കിലും ഞങ്ങളുടെ ഡ്യൂട്ടിയാണല്ലോ അത് പറയണമെന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇപ്പം ഞങ്ങളിങ്ങനെ രാവിലെ അമ്പലം തൊഴുതു. കുളിയും കാര്യങ്ങളെല്ലാം ഞങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തി റെസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വരുന്നത്. യാത്രാ സാധനങ്ങളെല്ലാം ഉണ്ട് ഇതിൽ വണ്ടിയിൽ. തണുപ്പായതുകൊണ്ട്, തണുപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര തണുത്തിട്ട് നമുക്ക് എന്ത് ഭംഗിയെന്നറിയാവുന്നതാണ്. എന്താ തണുപ്പ്. ശരിക്കും തമിഴ്നാട് കേരളത്തിനേൽ ഏറ്റവും ബെറ്റർ തമിഴ്നാടാണ് കേട്ടോ. എന്താ രസം കാണാൻ. ഓരോ പ്ലേസും വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ക്വാളിറ്റി വെരി വെൽ. അതായത് പിന്നെ നമ്മൾ ഭയങ്കര കൂളിംഗ് ആണ് ഇപ്പം. കൂളിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ബുദ്ധിമുട്ട് വരും. ചിലപ്പോൾ നമുക്ക് നല്ല ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ പറ്റിയ നല്ല എൻജോയ്മെൻ്റ് ആണ്. നമ്മൾ യാത്ര ചെയ്യുന്നതോറും ക്ഷീണമൊന്നും അറിയത്തില്ല. തണുപ്പ് ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സെറ്ററൊക്കെ കയ്യിലുണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ടപ്പം നല്ല നമുക്ക് ഈ ഒരു ഇതിലേക്കൂടെ ഇങ്ങനെ പോയാൽ നമ്മൾ മടുക്കത്തേയില്ല. ഇല്ല കണ്ണ, ഭയങ്കര എൻജോയ്മെന്റ് ആണ്, ഫുൾ ശാന്തിയാണ്. നമ്മളിങ്ങനെ പോകുന്തോറും നമുക്കിങ്ങനെ പോസിറ്റീവ് എനർജി ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ സമാധാനവും നോ ടെൻഷൻ ഒന്നുമില്ല. വളരെ ഹാപ്പി ആയിട്ട്. കാരണം അത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ഒരു പ്രത്യേകത. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് അമ്പലങ്ങളുണ്ട്, ഒരുപാട് നല്ല ചിട്ടവൃത്തിക്ക് പോകുന്ന ആളുകളാണ്. വളരെ ദൈവത്തിനെ ഭയപ്പെട്ടും ഒക്കെ നല്ല രീതിയിൽ ഉള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. കൃഷി ചെയ്യുന്ന പാവങ്ങളാണ്. പക്ഷെ വളരെയധികം മറ്റുള്ളവരെ സ്നേഹിക്കാനൊക്കെ ഉള്ള ആ മനസ്ഥിതിയുള്ള ആളുകളാണ് ഇവിടെ. വളരെ സന്തോഷം. എന്ത് ചെയ്തിട്ട് കൃഷി ചെയ്യാനുള്ള വെള്ളങ്ങൾ ഇങ്ങനെ അവർ കെട്ടി നിർത്തി ഇങ്ങനെ ഓരോ കണ്ടുകൾ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പച്ച പരവതാനി ഇങ്ങനെ വിരിച്ച പോലെ ആ
അതായത് അതിനൊരു പേര് പറയും, എന്താ, സഖ്യപർവ്വതത്തിന്റെ താഴ്വര. സഖ്യപർവ്വതത്തിന്റെ താഴ്വര. സഖ്യപർവ്വതം അതിന്റെ താഴ്വരകൾ പോലെ ഇങ്ങനെ ലൈനായിട്ട് കിടക്കണം. അത് ശരിക്കും നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ വീടുകളുണ്ട്, കൃഷികളുണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ അടുത്താണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്. ഭയങ്കര തിരക്കാ, ചീറിപ്പഞ്ഞോണ്ട് പോകണം വണ്ടികളെല്ലാം ഇങ്ങനെ ചീറിപ്പഞ്ഞോണ്ട് പോകും. ഒരാള് എന്ത് ചെയ്യുന്നുണ്ട്, പുല്ല് ചെത്തിക്കൊണ്ട് വരുന്നുണ്ടോ ബൈക്കിൽ വെച്ചിട്ട്. ഒരണ്ണൻ പുല്ലും ചെത്തിക്കൊണ്ട് വരുന്നുണ്ടോ? ആ കണ്ടോ, പുല്ല് എത്തിക്കൊണ്ട് പോവാ. അതാ നിർത്തി. ആടി കൊടുക്കാനാ, മാട്ടിന് കൊടുക്കാനാ പുല്ല് ചെത്താൻ പോയതാ. എന്റെ പേര്, നിന്റെ പേര്? തമിഴനോ? തമിഴനാ പേര്, വേറെ പേരില്ല? ഇല്ല. പേരെന്നാ? RP രതീഷ്. വിജയ. ഇന്നത്തെ വേല മുടിച്ച് ഇനി ഊരിക്ക് പോയി ചായ എന്ത് ചെയ്യും? ചായ സാപ്പിടും. എന്ന കടി? ചായ വട സാപ്പിടും. വേല മുടിച്ച്. എനിക്ക് തമിഴ് നല്ലമേ പേശ അറിയാം. തമിഴിൽ എന്നെ കണ്ടപ്പോ നിർത്തി സ്വന്തം അണ്ണൻ ഇല്ലേ? ഒരു കായികോ കണ്ടോ? ആ വേല ചെയ്യണ കയ്യാ, കണ്ടോ? വേല എടുക്കണ കയ്യാണ് ഇത്. ജോലി കഴമ്പാ ഇത്. എന്തുമാത്രം കഷ്ടപ്പെടണ്ടല്ലോ അണ്ണ. അതാ ആ മുഖം. അണ്ണ എത്ര മക്കള്? ஒரு பையன் ஒன்று பொண்ணு. ஒரு பையன் ஒரு பொண்ணு இருக்கு ஊர்ல, ஒரு பொண்டாட்டி இருக்கு இல்ல. அப்ப எல்லா ரொம்ப சந்தோஷமா இருக்கு. அண்ணா வந்து ஆர்மி போயிருக்கேன். பையன் வந்து ஆர்மியில படிக்கணும், வேலை பார்க்கணும். பையன் வந்து ஆர்மியில வேலை பார்க்கணும். அதான். பொண்ணு கல்யாணம் முடிச்சு. பொண்ணு கல்யாணம் முடிச்சாச்சு. எல்லாமே அண்ணன் சந்தோஷமா இருக்கு. அதான். அண்ணா வண்டி எல்லாம் பண்ணி ஃபினிஷ். அப்ப எல்லாருக்கும் ஹாய் கொடு. അടിപൊളി. ശരി, സൂപ്പർ അണ്ണ. താങ്ക് യു അണ്ണ. താങ്ക് യു. ശരി അണ്ണ, നന്ദി. ഓക്കെ. അണ്ണൻ നാണയം കൊടുത്താച്ച്. ദീക്ഷ. ശരി അണ്ണ, താങ്ക്സ്. ഓക്കെ, താങ്ക് യു അണ്ണ. ഓക്കെ. പാവട്ടാ, ഒരുപാട് കഷ്ടപ്പെട്ട മനുഷ്യനാണ്. ഒരുപാട് അല്ല, പുള്ളി ഹാപ്പിയാണ്. മാടുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ. ഇവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നല്ല അധ്വാനികളാണ്. വെളുപ്പാൻ കാലത്ത് അവരെന്ത് ചെയ്യും, വേലയ്ക്ക് പോകും. 12 മണിയാകുമ്പോ വേല മുടിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ വീട്ടില് ആട് മാട് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം പോയി പുല്ല് ചെത്തി വണ്ടിയിൽ വെച്ച് അവിടെ കൊടുത്ത് പൊണ്ടാട്ടിയായിട്ട് ചെല്ലുമ്പോഴത്തേന് ചായ കൊടുക്കും, വട സാപ്പിടും. അവർ നല്ല സന്തോഷമായി ഇറക്കും. ശണ്ട ഒന്നും കൂടാതെ. മലയാളീസ് ശണ്ട, സംശയരോഗികളും എല്ലാം മലയാളികളും കുറ്റവും. തമിഴ് അണ്ണന്മാർക്ക് പൊണ്ടാട്ടിമാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമേ ഇല്ല. അവർ വളരെ ഹാപ്പിയാ. അണ്ണ എവിടെ പോയി ആരോടും മിണ്ടിയാലും കുഴപ്പമില്ല, പൊണ്ടാട്ടി ആരോടും മിണ്ടിയാലും കുഴപ്പമില്ല, എല്ലാരോടും മിണ്ടണം എന്നാണ് പറയുന്നത്. അതാണ് അവരുടെ ജീവിത ശൈലി. എൻജോയ്മെന്റ്. പോവാ. അപ്പൊ നമുക്ക് യാത്ര ചെയ്യാലോ. ഓക്കെ. 1 മണിക്കൂറായോ? എത്ര മിനിറ്റ് ആയി വീഡിയോ?